2026 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് NDTV ഒരു സർവേ കേരളത്തിൻ്റെ സ്ഥിതിയെക്കുറിച്ച് ചെയ്തിരുന്നു. പ്രീപോൾ. അപ്പോൾ ആ സർവേ പറയുന്നത് UDFനാണ് മുൻതൂക്കം. അതായത് 32.7 UDFന് ലഭിച്ചിരിക്കുന്നത്. LDFന് 29.3, NDAക്ക് 19.8, 20 താഴെ. ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് പറയുന്നു. CM ആയിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവർ സതീശനാണ് കൂടുതൽ ആൾക്കാർ കാണുന്നത്. പിണറായി തൊട്ട് താഴെ വരുന്നത്, പിന്നെ ശൈലജ ടീച്ചർ, പിന്നെ രാജീവ് ചന്ദ്രശേഖർ, ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഈ സർവേ സത്യത്തിൽ CPMൻ്റെ ഇടതുപക്ഷ മുന്നണിയുടെ പരാജയമാണ് പറയുന്നതെങ്കിലും ചെറിയ വ്യത്യാസം, ശ്രദ്ധിച്ച് നോക്കിയാൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇത് പക്ഷേ ഈ സർവേ CPMന് ഗുണമായി മാറാനുള്ള സാധ്യതയും എന്ത് കാണുന്നുണ്ട്? മാഷിൻ്റെ അഭിപ്രായം? അല്ല, ഒന്നാമത് ഈ പോൾ സർവേകളൊക്കെ സാമ്പിൾ സർവേകളാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാതിനിധ്യ സ്വഭാവം ഇപ്പോൾ ഈ 140 മണ്ഡലങ്ങളിൽ നിന്ന് അവർ തിരഞ്ഞെടുക്കുന്ന വോട്ടർമാർ ഏത് മാനദണ്ഡ എല്ലാ തരത്തിലുള്ള വെറൈറ്റി ഓഫ് റെപ്രസെൻറ്റേഷൻ ഉണ്ടാവും എന്നൊക്കെയാണ് വെപ്പ്. അപ്പോൾ ആ സർവേയുടെ ഒരു സ്വഭാവം അനുസരിച്ചൊക്കെ ഇരിക്കും അത്. അതാണല്ലോ ഈ സർവേകൾ എങ്ങനെയോ ആക്കിയെടുക്കാൻ പറ്റും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതിൽ എനിക്ക് തോന്നുന്നു പുതുമയൊന്നും തോന്നുന്നില്ല. ഇതിപ്പോൾ ഏതൊരു മലയാളിയുടെയും, ഇപ്പോൾ നമ്മളൊക്കെ എത്രയോ തവണ വിശകലനം ചെയ്തിട്ടുള്ള അതേ കാര്യം തന്നെയാണ്. ഇപ്പോഴും എന്തൊക്കെ പറഞ്ഞാലും കടുത്ത ഭരണവിരുദ്ധ തരംഗം ഉള്ളതുകൊണ്ട് പിണറായി വിജയനും CPMും ഇടതുപക്ഷവും എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും ഒരു നിശ്ചയം 3% അല്ലേ ഇതിന്, 3% വോട്ടിന്റെ കുറവ് അവർക്ക് ഇപ്പോഴും ഉണ്ട്. UDFന് തന്നെയാണ് മേൽക്കും. അത് അവരുടെ മുൻഗണന, അവരുടെ ഗുണം കൊണ്ടല്ല, കടുത്ത ഭരണവിരുദ്ധ തരംഗത്തിലാണ്. ഇനി ആ 3% മറികടക്കാനുള്ള വഴികൾ എപ്പോഴും 3% ആയതുകൊണ്ട് തന്നെ കേരളത്തിൽ മറികടക്കാൻ പല വഴികളുമുണ്ട്. ഒന്ന്, അവസാന നേരത്തെ എന്തെങ്കിലും ഒരു വേല ഒപ്പിച്ചാൽ മതി, അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാഹിതം ഉണ്ടായാൽ മതി, എന്തെങ്കിലും ഒരു കലാമിറ്റി വന്നാൽ മതി, ഒരു ദുരിതം വന്നാൽ മതി. അത് മനസ്സിലായില്ലേ? അപ്പോൾ അത് വരാൻ എളുപ്പമാണ്. വേറൊന്ന്, UDFനാണ് മുൻതൂക്കം എന്നതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അത് അട്ടിമറിക്കാൻ കോൺഗ്രസ് തന്നെ തീരുമാനിച്ചാൽ മതി, UDF തന്നെ തീരുമാനിച്ചാൽ മതി. അത് എളുപ്പമുണ്ട്. കാരണം ഇപ്പോഴുള്ള അധികാരത്തിൽ UDF എത്തുമെന്ന് കണ്ടതോടുകൂടി എന്തെല്ലാം കളികളാണ് UDFിൽ നടക്കുന്നത് ഒന്നാലോചിച്ചു. പ്രത്യേകിച്ച് കോൺഗ്രസ് ആണല്ലോ. ഘടകകക്ഷികൾ എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരണം എന്നാണോ ആഗ്രഹിക്കുക? UDFിന്റെ ഘടകകക്ഷികൾക്കൊക്കെ തന്നെ അധികാരം തന്നെയാണ് വളരെ പ്രധാനം. അധികാരമില്ലെങ്കിൽ അധികാരം പിടിച്ചു നിൽക്കാൻ പറ്റാത്ത പാർട്ടികളാണൊക്കെ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അധികാരം മാത്രം പോരാ, അധികാരം ആർക്ക്, അത് പ്രധാനമാണ്. അപ്പോൾ 5-6 പേരുകൾ ഇങ്ങനെ കിടന്ന് കളിക്കും, അവരും അവരുടെ അനുയായികളും അതിന് ചേർന്ന ഗ്രൂപ്പും. എല്ലാ കാലത്തും അങ്ങനെയാണല്ലോ. കരുണാകരനെ കണ്ണീര് കുടിപ്പിച്ചത് ഗ്രൂപ്പിസം അല്ലേ? എന്തെല്ലാം കേസുകളാണ്. അപ്പോൾ അതൊക്കെ സംഭവിച്ചേക്കാം. അതുകൊണ്ട് കോൺഗ്രസ് ഇപ്പോൾ പക്ഷേ ഒരു അച്ചടക്കം കാണുന്നുണ്ടായിരുന്നു. അച്ചടക്കത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം VD സതീശൻ ഈ പറഞ്ഞു കേൾക്കുന്ന അനേകം നേതാക്കന്മാരിൽ, 5-6 നേതാക്കന്മാരിൽ ഒരു മേൽക്കൈ നേടി എന്നുള്ളതുകൊണ്ടാണ്. മേൽക്കൈ നേടിയത് അദ്ദേഹത്തിൻ്റെ ഉറച്ച നിലപാടും കഠിനാധ്വാനവും ഒക്കെ കൊണ്ടുവന്നതാണ്. പ്രതിപക്ഷ നേതാവ് എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ വർക്കും. പക്ഷേ ആ ഒരു അംഗീകാരം വെച്ചു കൊടുക്കാൻ ആരൊക്കെ തയ്യാറാവും? കേരളത്തിലെ കോൺഗ്രസ് തയ്യാറാകണമെങ്കിൽ ആദ്യം രമേശ് ചെന്നിത്തല തയ്യാറാവണം. 2, K സുധാകരനും അദ്ദേഹത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ളവർ തയ്യാറാവണം. 3, ഇതിനകത്ത് സൈലന്റ് ആയിട്ടുള്ള പാസീവ് ഗ്രൂപ്പ് കളിക്കുന്ന എന്നാൽ കടുത്ത താല്പര്യങ്ങളുള്ള K മുരളീധരൻ ഉണ്ട്. അതിൻ്റെയൊക്കെ അപ്പുറത്ത് അന്തിമമായി ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരാ? KC വേണുഗോപാലാണ്. അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങളും ഉണ്ട്. ഇതൊക്കെയാണ്. അതിനിടയിലാണ് ഇപ്പോൾ പാർട്ടി വിട്ടുപോകുമെന്ന ഭീഷണി മുഴക്കിക്കൊണ്ട് ശശി തരൂരും ഇപ്പുറത്തുണ്ട്. ശശി തരൂരിൻ്റെ താല്പര്യങ്ങൾ എന്താണെന്ന് നമുക്ക് പറയാൻ വയ്യ. അപ്പോൾ ഇതൊക്കെ ഉള്ള സമയത്ത് ഇപ്പോൾ കളിക്കുന്ന കളി എന്താ? ഇപ്പോൾ കോൺഗ്രസിൽ നടക്കുന്ന പ്രധാനപ്പെട്ട കളി VD സതീശന് കിട്ടിയിരിക്കുന്ന മേൽക്കൈ തടയുക എന്നുള്ളതാണ്. അത് തന്നെ. അതിനുവേണ്ടി ഏതറ്റം വരെ പോകില്ല എന്നെന്താ ഉറപ്പ്? പണ്ട് CPMൽ കടുത്ത ഗ്രൂപ്പീസ് ഉണ്ടായിരുന്ന കാലത്ത് ഒരു ട്രെൻഡ് സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വരും എന്ന് കണ്ടാൽ ആ തെരഞ്ഞെടുപ്പിൽ VS തോറ്റുപോകും. താനേ തോറ്റുപോകുന്ന ഒരു പാർട്ടിയൊന്നും അല്ലല്ലോ അത്. അല്ല. അപ്പോൾ അഥവാ VS ജയിക്കുമെന്ന് ഉറപ്പുള്ള ഇലക്ഷൻ, VS പിന്നെ മണ്ഡലം മാറി നിന്ന് വടക്കോട്ട് പോയി മലമ്പുഴയിൽ മത്സരിക്കാൻ തുടങ്ങി, സ്ഥിരമായിട്ട് അവിടെ നിന്ന് ജയിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നത്തെ വഴി എന്താ?
VS മത്സരരംഗത്തുണ്ടോ എങ്കിൽ ഇടതുപക്ഷ അധികാരത്തിൽ വരാതിരിക്കുക, അതിനെ എണ്ണി തോൽപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള രീതി. അതാണ് ഈ ഗ്രൂപ്പിസത്തിന്റെ മാരകമായ ഫലങ്ങൾ. അതിന്റെ ഉസ്താദുമാർ കേരളത്തിൽ തീർച്ചയായിട്ടും കോൺഗ്രസ് ആണല്ലോ. അതുകൊണ്ട് കോൺഗ്രസ് എന്ത് കളി കളിക്കും നമുക്ക് പറയാൻ വയ്യ. അപ്പൊ ഇപ്പോഴത്തെ പ്രീപോൾ സർവേ, NDTVയുടെ പ്രീപോൾ സർവേ, അതിൽ വിശേഷിച്ചൊന്നുമില്ല. നമുക്കൊക്കെ തോന്നാവുന്ന സാധ്യതകളേ ഉള്ളൂ. ആ സാധ്യതകൾ അവര് ആവശ്യമായ ഡാറ്റ ചേർത്ത് പറയുന്നു എന്നേ ഉള്ളൂ. ഈ സാധ്യതകളൊക്കെ ഉണ്ട്. 3% വോട്ട്. ഒരു കാര്യം തീർച്ചയായും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏത് തെരഞ്ഞെടുപ്പ് നടന്നാലും ആര് മത്സരിച്ചാലും, അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായാലും നിയമസഭ ആയാലും ലോക്സഭ ആയാലും ഒക്കെ ഒരു പിണറായി വിരുദ്ധ തരംഗമുണ്ട്. അത് CPM-നകത്ത് പോലും ശക്തമായിട്ടുണ്ട്. അങ്ങനെ ഒരു കാലമാണ്. അപ്പൊ ആവശ്യമില്ല. അപ്പൊ അതിനകത്ത് എനിക്കൊരു പുതുമയും തോന്നിയില്ല. ഇനി അതിനെ അട്ടിമറിക്കുന്ന വല്ല സർവേകളും വന്നെങ്കിലേ ഉള്ളൂ. അല്ല, ഇതിനകത്തൊരു വിശേഷം. പക്ഷേ ഇതിനകത്ത് ഇപ്പൊ കഴിഞ്ഞ പ്രതിപക്ഷ നേതാവായി ചെന്നിത്തല ഇരുന്ന സമയത്ത് അദ്ദേഹം ഒരുപാട് ഇഷ്യൂസ് ഉയർത്തിക്കൊണ്ടുവന്നു. പക്ഷെ അതൊന്നും താഴെത്തട്ടിലേക്ക് എത്തിയില്ല എന്ന് വേണം കരുതാൻ. പക്ഷെ ഒരുപക്ഷെ സതീശൻ കുറച്ചുകൂടി അത് പഠിച്ചിട്ടാവണം, കുറച്ചുകൂടി പിണറായിക്ക് തുല്യം ഞാനാണെന്നുള്ള മറ്റുള്ള പെരുമാറ്റം അവിടെ ഉണ്ടായി. കുറച്ചുകൂടി ആൾക്കാരിലത് ഒരു സിനിമയിലെ വില്ലനും നായകനും പ്രതിനായകനും ഉള്ളതുപോലെ ഒരു കാഴ്ച ഇതിനകത്തുണ്ടായി. ഇവിടെ മാഷ് പറഞ്ഞതുപോലെ സതീശന് ഒരുപക്ഷെ ഈ പോക്ക് പോയാൽ ഒരുപക്ഷെ 70, 72, 73 സീറ്റുകൾ കിട്ടിപ്പോയാൽ എന്ന ചിന്ത കോൺഗ്രസിനകത്തെ ഈ തലമുതിർന്ന നേതാക്കൾക്കുള്ള കാലത്തോളം ഒരുപക്ഷെ അവരതിന് വഴിവെച്ച് കൊടുക്കാനുള്ള സാധ്യതയില്ല. ഈ ഒരു 3% വ്യത്യാസമാണ് നമ്മൾ കാണുന്നത്. ഉറപ്പായും തന്നെ കേരളത്തിൽ എപ്പോഴും ഏത് കാലഘട്ടത്തിലും ഒരു 7% ആൾക്കാർ, ഏറ്റവും ചുരുങ്ങിയത് അവസാന നിമിഷം തീരുമാനമെടുക്കുന്ന ഏത് സർവേയിലും അങ്ങനെയാണ്. അപ്പോൾ ഈ 3 എന്ന് പറയുന്നത് അത് വളരെ ചെറിയൊരു, ഇപ്പം ഇത് വച്ചുകൊണ്ട് വാസ്തവത്തിൽ CPM-ന് ഒരു 10, 20, 25 സീറ്റുകളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാനുള്ളൊരു സാഹചര്യം സർവേ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അത് ചിലപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം ബേസ് ഉണ്ട് അവർക്ക്. അത് ചിലപ്പോൾ സാധ്യമാകാൻ, ഇപ്പോൾ വീട്ടിൽ തന്നെ ചെന്ന് മാപ്പ് പറയാന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒരു MLA നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറ്റിപ്പോയി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇളകുന്ന ചില മനസ്സുകളെങ്കിലും ഉണ്ടാവും. ആ ഇളക്കം 3-4% ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും അവർക്ക് വളരെ ഈസി ആയിട്ട്. അല്ല, ശരിയാണത്. സതീശനകത്ത് ഈ 3% മാറ്റം വരാം, ഏത് സമയത്തും വരാം, പല കാരണങ്ങളാൽ വരാം, ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ ഇവർ രണ്ടുപേരും ഇപ്പൊ എനിക്ക് തോന്നുന്നു അവസാനത്തെ ഫ്രേയില് കോൺഗ്രസിനകത്ത് UDF-ന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ബാക്കിയാവുക ഒടുവിൽ 2 പേരാണ്. അത് രമേശ് ചെന്നിത്തലയും VD സതീശനുമായിരിക്കും. ഇവർ തമ്മിൽ ഒരു ടേം വെച്ചുള്ള ധാരണ ആയിരിക്കുന്നു എന്ന് കേൾക്കുന്നുണ്ട്. നമുക്ക് അറിഞ്ഞൂടാ, അതിനെക്കുറിച്ച് സൂചനകളൊന്നും ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ ആകുന്നതിന്റെ ഒരു കാരണം ഈ രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇനി ഒരു മോഹമേ ബാക്കിയുള്ളൂ. അത് എങ്ങനെയെങ്കിലും ഒന്ന് വകവെച്ച് കൊടുത്താൽ, ഒരു വർഷമെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ആ തലവേദന തീരുമല്ലോ എന്നുള്ളതാണ് കോൺഗ്രസ് കാണുന്നത്, ഹൈക്കമാൻഡ്. അതിനെ നേർക്കുനേരെ VD സതീശനെ എതിർക്കുന്നൊരവസ്ഥ വന്നാൽ കുറുക്കൻ അവിടെ ഇരിക്കുന്നുണ്ട്. അത് വന്നാൽ പിന്നെ കോംപ്രമൈസ് കാൻഡിഡേറ്റ് ആയിട്ട് വരാൻ ആളുണ്ടല്ലോ. പക്ഷെ ഇപ്പോ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം, 2 പേരും മത്സരിച്ച് പ്രതിപക്ഷ നേതാക്കന്മാരുണ്ട് കേരളത്തിൽ. ഇപ്പോൾ രമേശ് ചെന്നിത്തല നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ VD സതീശനും വർക്ക് ചെയ്യുന്നുണ്ട്. വ്യത്യാസമുള്ളത് VD സതീശന്റെ വർക്ക് പുറത്ത് മാത്രമല്ല, അകത്തുകൂടിയുണ്ട്. കോൺഗ്രസിനകത്ത് ധീരമായ തീരുമാനങ്ങൾ വിട്ടുവീഴ്ചയില്ലാതെ എടുക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും എന്നിട്ട് അതിന് നല്ല റിസൾട്ട് ഉണ്ടാവുകയും ചെയ്തതിന്റെ ഒരു മേൽക്കൈ ഉണ്ട് VD സതീശന്. അതുകൊണ്ട് തന്നെ VD സതീശന് ശത്രുക്കൾ ഉണ്ടെങ്കിൽ അത് അകത്തായിരിക്കും, ഉറപ്പിച്ചു വെച്ചോളൂ. അപ്പൊ VD സതീശനെ ആലോചിച്ച് നോക്കൂ. VD സതീശനെതിരായിട്ട് വന്നതാണല്ലോ ഈ കൊടുങ്കാറ്റൊക്കെ. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ടീം യുവ തുർക്കികളൊക്കെ ആർക്കെതിരാണ്? അവർക്ക് ഒരാൾ എതിരാളിയേ ഉള്ളൂ, VD സതീശനാണ്. VD സതീശൻ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഈ മാങ്കൂട്ടത്തിനെതിരെ ഒന്നും നടപടി വരില്ല. അതിന് കാരണം പിന്നെ ഈ PV അൻവറിനെ ആരാണ് കൈകാര്യം ചെയ്തത്? VD സതീശൻ തനിച്ചാണ്. എല്ലാവരും അതിനെതിരായിരുന്നു, ഘടകകക്ഷികളും കോൺഗ്രസ് പാർട്ടിയും. പിന്നെ പലരും പരസ്യമായിട്ട് അൻവറിന് വേണ്ടി രംഗത്തിറങ്ങിയല്ലോ. K. സുധാകരൻ അൻവറിനെ മുന്നണിയിലെടുക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ഫ്ലൈറ്റിന് വന്നു എന്നാണ് ഞാൻ കേട്ടത്. എന്നിട്ടും പക്ഷെ ഇപ്പൊ എന്തായി? അൻവറിനെ നിലക്ക് നിർത്തിയിട്ട് ഒരു അടിമയെ പോലെ, ഒരു വാലാട്ടിപ്പട്ടിയെ പോലെ UDF-ന്റെയും കോൺഗ്രസിന്റെയും പിന്നാലെ നടത്തിക്കുകയും ഒടുവിൽ കോൺഗ്രസ് പറയുന്ന വഴിക്ക് അദ്ദേഹത്തെ നയിക്കുകയും ചെയ്തു. അവിടെയാണ് അതിന്റെ വിജയം. ചെറിയ വിജയമല്ല, എല്ലാ കാര്യങ്ങളും സതീശന് അനുകൂലമായി വരികയും ചെയ്തു. ഇപ്പൊ കണ്ടോളൂ, സതീശന്റെ കറക്റ്റ് അല്ലേ? പരമ്പരാഗതമായ ഒരു കോൺഗ്രസിന്റെ സീറ്റാണ്, ആര്യാടൻ മുഹമ്മദ് തൊട്ട്. ആ സീറ്റ് അൻവറിന് വേണ്ടി കളഞ്ഞു കുളിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഇനി അൻവറിനെ ഞങ്ങൾ സ്വീകരിക്കും. എപ്പോ? കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലാത്തൊരു സീറ്റ് അവൻ നേടിത്തരട്ടെ, അപ്പോൾ അൻവറിനെ അംഗീകരിക്കാം. അതൊരു പൊളിറ്റിക്സ് ആണ്, കറക്റ്റാണ് ഡിസിഷൻ. അപ്പോൾ
അങ്ങനെയുള്ള ഇഷ്യൂസിലൊക്കെ ക്രൈസിസ് മാനേജ്മെന്റ്, പ്രത്യേകിച്ച് പാർട്ടിക്കും മുന്നണിക്കും അകത്തെ ക്രൈസിസ് മാനേജ്മെന്റ്, അതിൽ സതീശൻ വിജയം വരിച്ചു. പക്ഷേ ഒരു കേരള മുഖ്യമന്ത്രിയാവാൻ ആവശ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. മുഖ്യമന്ത്രിയാവാൻ വേണ്ടതിൻ്റെ ആ ഒരു തീരുമാനങ്ങൾ, ഉറച്ച തീരുമാനമാണ്. അങ്ങനെ ഉണ്ടല്ലോ. അത് എനിക്ക് തോന്നുന്നു സതീശൻ ഞാൻ സമീപകാലത്ത് കോൺഗ്രസ്സിൽ നമ്മളൊക്കെ പൊളിറ്റിക്സ് ശ്രദ്ധിക്കാൻ തുടങ്ങിയതിന് ശേഷം വന്ന കൂട്ടത്തിൽ ഒരു പക്ഷേ ലീഡർക്ക് ശേഷം സ്ട്രോങ് ആയ ഡിസിഷൻ, ഇപ്പോൾ ഉമ്മൻചാണ്ടിയൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടാവും, പക്ഷെ അത് ഉള്ളിൽ കൺസെൻസസിൻ്റെ കൂടെയാണ്. ഇതല്ല, ഒറ്റക്കൊരു തീരുമാനം എടുക്കുന്നു, അത് മാറിയും മറിഞ്ഞും പാർട്ടിക്ക് പിന്നീട് അത് അംഗീകരിക്കേണ്ടി വരുന്നു. പ്രഖ്യാപിക്കുകയാണ് ഒറ്റയടിക്ക്, കോൺഗ്രസ് കീഴ്വഴക്കം സൃഷ്ടിക്കും, പുറത്താക്കും എന്ന് പ്രഖ്യാപിക്കുന്നു, പുറത്താക്കിക്കുന്നു, പിന്നീട് അതിന് കൊടുങ്കാറ്റ് പോലെ എതിർപ്പുകൾ വരുന്നു, ഒടുവിൽ ഇതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് വി ഡി സതീശൻ്റെ കാലിബർ ഭയപ്പെടുന്നവരും എതിർക്കുന്നവരും ഉള്ളത് കോൺഗ്രസ്സിലാണ് എന്നതാണ് ഇതിൽ ആശങ്കപ്പെടാവുന്നൊരു കാര്യം. UDF തന്നെ വന്നേക്കുമെന്നും കോൺഗ്രസ് മുഖ്യമന്ത്രിയാകുമെന്നും വന്നാൽ വി ഡി സതീശൻ ആവാതിരിക്കാനുള്ള പണികൾ മലയാളികളല്ല ചെയ്യുക, അത് മീൻസ് പുറത്തുള്ളവരല്ല ചെയ്യുക, അത് കോൺഗ്രസ്സുകാരായിരിക്കും. അപ്പണി മാത്രം ഭയപ്പെട്ടാൽ മതി. പിന്നെ പിണറായി വിജയൻ ജയിക്കാനുള്ള എല്ലാ പണിയും നോക്കുന്നുണ്ട്. എന്തെല്ലാം പണികളാണിപ്പോൾ അവസാനത്തെ മാസങ്ങളിലേക്ക് വെച്ച കുറേ ജനപ്രിയ സംഗതികൾ അത് മുഴുവൻ ചീറ്റിപ്പോവാണ്, ഒന്നൊന്നായി ചീറ്റിപ്പോവാണ്. ഈ പറഞ്ഞ ഏറ്റവും ഒടുവിലത്തെ ജനസമ്പർക്കം, മറ്റേന്താണ് ഗൃഹസമ്പർക്കം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ചീറ്റിപ്പോവാണ്. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പ്രോജക്റ്റുകളൊക്കെ തള്ളിപ്പോയി. ഈ ശബരിമല വിമാനത്താവളം, ഇനിയിപ്പോൾ കേരളയിൽ പോയി, ഇനിയിപ്പോൾ ആകെ ബാക്കിയുള്ളത്, അതുപോലെ എയർ കേരള ഉണ്ടായിരുന്നല്ലോ, ഒക്കെ എല്ലാം പോയി. ഇനിയിപ്പോൾ ആകെ ബാക്കിയുള്ളത് ഒരു തുരങ്കം റോഡാണ്, മീൻസ് വയനാട് തുരങ്കപ്പാത. അത് എന്ത് സംഭവിക്കുന്ന അറിയില്ല. ഇനിയിപ്പോൾ പ്രഖ്യാപിക്കുക, ഉദ്ഘാടനം ചെയ്യുകയൊക്കെ ഒരു പക്ഷേ ഇലക്ഷന് മുമ്പ് നടക്കാൻ ഇനി സമയമുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ല, ഇനിയിപ്പോൾ മിക്കവാറും നാളെ മോദി വരുന്നതോടുകൂടി എല്ലാം അതിന്റെ അവരുടെ പ്ലാൻ പ്രഖ്യാപിക്കും. പിന്നെ മോദി വരുന്നത് ഒരു ഘടകമാണ്. പക്ഷെ മോദി വന്നാലിപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖരന് മാക്സിമം ചെയ്യാവുന്നത് ഏതെങ്കിലും 1-2 മണ്ഡലങ്ങൾ കേന്ദ്രീകരിക്കുകയല്ലാതെ കേരളത്തിൽ അത്തരത്തിലുള്ള മൂവ്മെന്റ് ഉണ്ടാക്കാനൊന്നുള്ള പാർട്ടി അല്ലെങ്കിൽ പാർട്ടി മെഷീനറി അണികളുണ്ട്. പാർട്ടി മെഷീനറി BJPക്ക് ഇല്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടും യാഥാർത്ഥ്യത്തോടെ അവരോടുകൂടി പറയേണ്ടി വരും. അതാണ് എൻ്റെ സ്ഥിതി. എന്തായാലും ഈ സർവേ നൽകുന്ന സൂചന അനുസരിച്ച് എല്ലാവർക്കും സാധ്യതകളുണ്ട്. UDFന് ജയിക്കാൻ സാധ്യതയുണ്ട്, വേണമെങ്കിൽ ഇടതുപക്ഷത്തിന് തിരിച്ചുപിടിക്കാനും സാധ്യതയുണ്ട്, ഇതിനിടയിൽ നില മെച്ചപ്പെടുത്താൻ BJPക്കും സാധ്യതയുണ്ട്. അങ്ങനെയാണല്ലോ. 19% വോട്ട്, ഈ 19 എന്ന് വെച്ചാൽ 19-നും 20-നും ഇടയിൽ അതിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വോട്ടാണ്. പുതിയ പ്രഡിക്ഷൻ ഒന്നും അല്ല, അതിൽ പ്രവചനങ്ങളൊന്നും അതിലില്ല. 20% വോട്ട് BJPക്ക് ഉണ്ടെന്നേ, എന്താ തർക്കമുള്ളത്? ആ 20% വോട്ടിനെ നിങ്ങൾ ടാക്ടിക്സിലൂടെ അല്ലെങ്കിൽ ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള ക്യാമ്പയിനിലൂടെ നിങ്ങൾക്ക് വിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? വോട്ട് പോരല്ലോ, നിങ്ങൾക്ക് 20-25% വോട്ട് കിട്ടിയെന്ന് വരും. ഒറ്റ സീറ്റും ജയിക്കാത്ത എത്ര ഘട്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് പ്രശ്നം. വിന്നബിലിറ്റി എന്ന് പറയുന്നതിന് വേറെ ചില ടാക്ടിക്സും കൂടി വേണം. മണ്ഡലം നോക്കണം, മണ്ഡലത്തിനെ പറ്റിയ കാൻഡിഡേറ്റ്സിനെ വെക്കണം, ആളുകളെ ഇൻക്ലൂസീവ് ആയിട്ട് വിശ്വസിക്കണം, നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സ് അല്ല കേരളം എന്ന് മനസ്സിലാക്കണം, ജനങ്ങൾക്ക് വിശ്വാസമുള്ള ലീഡർഷിപ്പ് വേണം. അങ്ങനെ ശ്രമിച്ചാൽ നടക്കും. എന്തായാലും ഇനിയും ഒരുപാട് സർവേകൾ വരാനിരിക്കുന്നു, എന്തെല്ലാം കാര്യങ്ങൾ കാണാനിരിക്കുന്നു. തീർച്ചയായിട്ടും കാണാം, കാത്തിരിക്കാം, നോക്കാം. എന്തായാലും കഴിഞ്ഞല്ലോ, 1-2 മാസത്തിനുള്ളിൽ എല്ലാം അറിയാലോ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.